വയോജന കമ്മീഷന്റെ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രൂപീകരിക്കുന്നതിനായി മലപ്പുറം ജില്ലാതല യോഗം ചേർന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് കേരളത്തിൽ വയോജനങ്ങൾക്കായി ഇത്തരമൊരു കമ്മീഷൻ രൂപീകരിക്കുന്നത്. മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ നടന്ന യോഗത്തിൽ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ സോമപ്രസാദ്, അംഗം KMK നമ്പൂതിരിപ്പാട് എന്നിവർ വിശദീകരണം നടത്തി. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 46 വയസ്സാണ്. ഇപ്പോൾ ഒരു ശരാശരി മലയാളിയുടെ ആയുർദൈർഘ്യം 73-76. അതുതന്നെ മറ്റു ചില സംഘടനകൾ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നും 83 വയസ്സ് വരെയായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത്. അപ്പൊ ഈ 46-ൽ നിന്നും 83-ലേക്കുള്ള ഈ മാറ്റം കേരളത്തിലുണ്ടായത് കേരളത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുള്ള ശിഷ്യ ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള വളർച്ചയുടെ ഒരു ലക്ഷണമാണ്. അപ്പൊ 60 വയസ്സിന് മേൽ പ്രായമുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ചിട്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ ശതമാനം വർദ്ധിക്കുന്നതനുസരിച്ച് സ്വാഭാവികമായും അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പുതുതായിട്ട് ഉള്ളെടുക്കുകയാണ്. വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പുതുതായിട്ട് ഉള്ളെടുക്കുന്നു, വയോജനങ്ങൾ പോലും സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഉള്ളെടുക്കുന്നു. ഇത് രണ്ടും അത് രണ്ടും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഗൗരവമാർന്ന ഒരു കാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് 2024 ഡിസംബറിൽ ഒരു വയോജന കമ്മീഷൻ ആക്ട് നിയമം കേരള നിയമസഭ പാസ്സാക്കിയെടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷനെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് കേരളത്തിൽ വയോജനങ്ങൾക്കായി ഇത്തരമൊരു കമ്മീഷൻ രൂപീകരിക്കുന്നത്. ക്ഷേമം, പുനരധിവാസം, വയോജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശ സംരക്ഷണം എന്നിവയ്ക്കൊപ്പം അവരുടെ സേവനങ്ങൾ സമൂഹത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്ന് ചെയർപേഴ്സൺ സോമപ്രസാദ് വ്യക്തമാക്കി. വയോജന ക്ഷേമരംഗത്തെ വിവിധ സംഘടനാ ഭാരവാഹികളും വിദഗ്ധരും പങ്കെടുത്ത യോഗത്തിൽ കമ്മീഷൻ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കേണ്ട രീതികളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടന്നു. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക, കമ്മ്യൂണിറ്റി സെന്ററുകളും ഹോം കെയറുകളും നിർമ്മിക്കുക, നിയമപരിധിയിൽ പെടാത്ത കെയർ ഹോമുകളെ നിയമത്തിന് കീഴിൽ കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗത്തിൽ ഉയർന്നുവന്നു. നിലവിലെ ഇൻഷുറൻസ് പദ്ധതികൾക്ക് പുറമെ എല്ലാ വയോജനങ്ങളെയും ഉൾപ്പെടുത്തി പുതിയ സ്കീമുകൾ കൊണ്ടുവരിക, പെൻഷനായവരുടെ റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കുക, സംരംഭങ്ങൾ തുടങ്ങാനുള്ള നിയമക്കുരുക്കുകൾ ഒഴിവാക്കുക തുടങ്ങിയ സുപ്രധാന നിർദ്ദേശങ്ങളും യോഗം ചർച്ച ചെയ്തു. കൂടാതെ സർക്കാർ ആശുപത്രികളിൽ വയോജനങ്ങൾക്കായി ജെറിയാട്രിക്സ് കൗണ്ടറുകൾ ഒരുക്കണമെന്നും സർക്കാർ മേളകളിൽ ഇവർക്കായി സീറ്റ് റിസർവേഷൻ സൗകര്യം വേണമെന്നും ആവശ്യമുയർന്നു. യോഗത്തിൽ ജില്ലാ വയോജന കമ്മിറ്റി പ്രതിനിധികളായ അഡ്വക്കേറ്റ് KV ശിവരാമൻ, C വിജയലക്ഷ്മി, P ശിവശങ്കരൻ എന്നിവരും വിവിധ സംഘടനാ ഭാരവാഹികളും സംബന്ധിച്ചു. വയോജന കമ്മീഷൻ സെക്രട്ടറി അബ്ദുൽ മജീദ് നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം.